ഗോൾ സെറ്റ് ചെയ്ത്, പക്ഷെ അതിലേക്ക് എത്താൻ നമ്മൾ നീട്ടി വെച്ചിട്ട് അതിലേക്ക് എത്താനുള്ള വഴി ദൂരം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടത് അതിലേക്ക് എത്തിപ്പെടാൻ? ആദ്യം നമ്മൾ നോക്കേണ്ടത് ശരിക്കും അത് നമ്മളുടെ ഗോളാണോ എന്നുള്ളത് നോക്കണം. നമ്മൾ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് എഫോർഡബിളായിട്ട് അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നത് ആണോ എന്ന് നോക്കണം. നമ്മളിപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഡോക്ടർ ആവണമെന്ന് ഞാൻ വെറുതെ ആശിച്ചാൽ ചിലപ്പോൾ അതിൽ നടക്കണം എന്നില്ല. കൃത്യമായിട്ട് സ്മാർട്ടായിട്ടാണ് ഗോൾ സെറ്റ് ചെയ്തതെന്ന് ആദ്യം നോക്കണം. നമുക്ക് കൃത്യ ടൈമിൻ്റെ ഉള്ളിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കണം. പിന്നെ നമ്മളുടെ ഗോളിലേക്ക് എത്താൻ ഒരു ഏണിപ്പടി പോലെ ഗോളിലേക്ക് എത്താൻ ഒരുപാട് സ്റ്റെപ്പുകളുണ്ടാകും. ആ സ്റ്റെപ്പുകളെല്ലാം തന്നെ നമ്മൾ ഒരു വർഷത്തിനുള്ളിലാണെങ്കിലും ഒരു മാസത്തിൻ്റെ ഉള്ളിലാണെങ്കിലും ഡിവൈഡ് ചെയ്തിട്ട് വ്യത്യസ്ത തരം ടാസ്കുകളാക്കണം. ഓരോ ദിവസവും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാസ്കുകൾ എഴുതി വെക്കണം. കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ രാത്രി അത് ടിക്കിടണം. ഓരോ ദിവസവും എത്രയാണ് ഗ്രോത്ത് അതിനനുസരിച്ച് ആ ഗോൾ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഗോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അതിനൊരു രൂപരേഖ ഉണ്ടാക്കുമ്പോഴാണ് ഗോൾ എന്ന് ആവുകയുള്ളൂ. മനസ്സിൽ വിചാരിക്കുന്നതൊന്നും ഗോളല്ല, മനസ്സിൽ വിചാരിക്കുന്നത് ഡ്രീമാണ്. എപ്പോഴാണ് നിങ്ങളത് എഴുതി തുടങ്ങുന്നത്, അതിലേക്ക് എത്താനുള്ള പ്ലാനുകൾ ചെയ്തു തുടങ്ങുന്നത്, അതിന് നിങ്ങൾ ആഗ്രഹിച്ച് തുടങ്ങുന്നത്, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം കൊടുത്ത്, പ്രയോറിറ്റി കൊടുത്ത്, മണി കൊടുത്ത്, ഫോക്കസോട് കൂടിയിട്ട് നിങ്ങളുടെ സ്പേസ് കൊടുത്ത് എപ്പോഴാണ് ആ ഡ്രീമിലേക്ക് നിങ്ങൾ യാത്ര തുടങ്ങുന്നത്, ആ സമയം മുതൽ ഡ്രീം ശരിക്കും നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അല്ലാതെ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ട് ഗോളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഡ്രീം നമുക്ക് ട്രൂ ആയിട്ട് ഡ്രീം സക്സസ് ആവണമെങ്കിൽ നമ്മളത് ഗോളായിട്ട് സെറ്റ് ചെയ്യണം. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു രൂപരേഖ ഇല്ലാത്തത് കൊണ്ടാണ്. വിജയിക്കണം എന്നുണ്ടെങ്കിൽ പ്രൊക്കാസ്റ്റിനേഷൻ്റെ അളവ് ഓരോ ദിവസം കുറച്ച് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, നാളെയും ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത്. ഡോണ്ട് ബ്ലെയിം, ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി. സക്സസ് വിൽ ഫോളോ വിത്ത് യു.